കൊയിലാണ്ടി കുറുവങ്ങാട് വാഹനാപകടത്തിൽ 3 MBBS വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട് വൈദ്യുത പോസ്റ്റിലിടിച്ച് ഓടയിലേക്ക് മറിഞ്ഞാണ് അപകടം. മൂവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഷഹദ് റഹ്മാനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഷഹദ്, ഈ വാർത്താ ബുള്ളറ്റിൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ ഒരു അപകട വാർത്തയോട് കൂടി തന്നെയാണെന്നുള്ളൊരു സങ്കടകരമായ കാര്യമാണ്. 3 MBBS വിദ്യാർത്ഥികൾക്കാണ് ജീവൻ നഷ്ടമായത്. എങ്ങനെയാണ് അപകടം സംഭവിച്ചത്? ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ അത്ര ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയല്ല ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. 3 വിദ്യാർത്ഥികളാണ്, 3 MBBS വിദ്യാർത്ഥികളാണ് വാഹനാപകടത്തിൽ മരിച്ചിട്ടുള്ളത്. ഇവർ ഇലക്ട്രിക് സ്കൂട്ടറിലാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. കൊയിലാണ്ടി ബൈപ്പാസിലാണ് ഈ അപകടം നടക്കുന്നത്. മൂവരും ഇലക്ട്രിക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് സമീപത്തുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ പോയി ഇടിക്കുകയായിരുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള ഓവുചാലിലേക്ക് വീഴുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവരുടെ മൂവരുടെയും പേരും മറ്റ് വിശദാംശങ്ങളും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നന്ദകിഷോർ, അതുപോലെ തന്നെ അഭിയാൻ, അഭിനവ്, ഈ 3 വിദ്യാർത്ഥികളാണ് മരിച്ചിട്ടുള്ളത്. ഇവർ കോഴിക്കോട് ജില്ലക്കാരല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം കൊയിലാണ്ടിയിലുള്ള ആശുപത്രിയിൽ കൊണ്ടുപോവുകയും പിന്നീട് മരണം സ്ഥിരീകരിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൂവരെയും മാറ്റുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആംബുലൻസ് ഓടിച്ചിട്ടുള്ള ആള് നമ്മെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. പുലർച്ചെ 2 മണിയോട് കൂടിയിട്ടാണ് ഈ അപകടം സംഭവിക്കുന്നത്. എന്താണ് ഈ ഓവുചാലിലേക്ക് വീണ ഉടൻ തന്നെ ഈ 3 പേരും മരിക്കാനുണ്ടായ സാഹചര്യം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത നിലവിലെ സാഹചര്യത്തിൽ കൈവന്നിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ ലഭ്യമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് എന്തായാലും അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. എന്തായാലും 3 പേരുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. മൂവരും MBBS വിദ്യാർത്ഥികളാണ്. 3 MBBS വിദ്യാർത്ഥികൾക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത് അപകടത്തിൽ. ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.